നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനായ പിൻസി MAക്ക് കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2024 കോളേജുകളുടെ ലിസ്റ്റും ഫീസ് സ്ട്രക്ചറുമാണ് ഇതിൽ പറയുന്നത്. 2024 ജൂലൈയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1200 രൂപ ആയിരുന്നു ആപ്ലിക്കേഷൻ ഫീസ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ കോളേജുകളും നൽകണം. ടോട്ടൽ 48 കോളേജുകളാണ് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റിൽ പങ്കെടുത്തത്. 48 കോളേജുകളുടെ ലിസ്റ്റിൽ നിന്നും ഓപ്ഷൻസ് വെക്കുന്ന സമയത്ത് 10 കോളേജുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള 10 കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം. ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ 10 കോളേജുകളുടെ ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. കോളേജുകൾ മാറ്റി പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. ഒരു വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പും ലഭിക്കുന്നതല്ല. NRI കോട്ട സീറ്റുകളും ഉണ്ട്. NRI കോട്ട സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ NRI ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ കോളേജുകളുടെ എല്ലാം പകുതി സീറ്റുകൾ LBS വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. LBSൽ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് PNC MAKയിലും മറ്റുള്ള അസോസിയേഷനുകളിലും അപേക്ഷിക്കാം. ഓരോ കോളേജിന്റെ പേരും അവിടെയുള്ള സീറ്റുകളുടെ എണ്ണവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികളും കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസായിട്ട് 73,025 രൂപയും 23,300 രൂപയും നൽകണം. 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് നൽകണം. അത് ഒരു പ്രാവശ്യം നൽകിയാൽ മതി. 4 വർഷത്തെ പഠനത്തിന് ശേഷം ഈ 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കും. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ട്യൂഷൻ ഫീസായിട്ട് 73,025 രൂപ നൽകണം. സ്പെഷ്യൽ ഫീസായിട്ട് 19,300 രൂപ വീതം നൽകിയാൽ മതി. 2025 ഫീസിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അലോട്ട്മെന്റുകൾ തുടങ്ങിയാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രോസ്പെക്ടസ് വന്നതിന് ശേഷം മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ വർഷത്തെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല. NRI സീറ്റ് ലഭിക്കുന്നവർക്കും കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്യൂഷൻ ഫീസായിട്ട് 95,000 രൂപയാണ് നൽകേണ്ടത്. സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപ നൽകണം. കോഷൻ ഡിപ്പോസിറ്റായിട്ട് 10,000 രൂപയും നൽകണം. മറ്റുള്ള ഫീസുകളും സെപ്പറേറ്റ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കാണ് എടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ 120 മാർക്കിൽ നിന്നും ഇംഗ്ലീഷ് 100 മാർക്കിൽ നിന്നും അങ്ങനെ ടോട്ടൽ 460 മാർക്കിൽ നിന്നാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. CBSE സിലബസിലുള്ള കുട്ടികൾക്കും ICSE സിലബസിലുള്ള കുട്ടികൾക്കും സ്റ്റേറ്റ് സിലബസിന്റെ മാർക്കുമായിട്ട് ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി 10% ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. CBSE സിലബസിന്റെ മാർക്കിനെ സ്റ്റേറ്റ് സിലബസുമായിട്ട് ഒരുപോലെ ആക്കിയതിനു ശേഷമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. LBSലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ MCSFNCKയിലും CPASലും ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിലും കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് PNC MAKയിൽ അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ അലോട്ട്മെന്റ് നടത്തി അഡ്മിഷൻ നൽകുന്നത്. എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികളെ ഇവിടെ ഒരേ രീതിയിലാണ് പരിഗണിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.